ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു ടയറിന്റെ ഭാഗം ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. അത് ഏത് വാഹനത്തിൻ്റെതാണ് എന്നുള്ള സ്ഥിരീകരണം വേണ്ടി ഏതായാലും ഒരു ടയറിന്റെ ഭാഗവും അതിനോട് ചേർന്നൊരു ലോഹഭാഗവുമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഏതായാലും കൂടുതൽ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വേണ്ടിവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ക്യാബിന്റെ ഭാഗമാണോ എന്നുള്ള ഒരു സംശയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗം കണ്ടാൽ നമുക്ക് തോന്നുക. ഏതായാലും ഇക്കാര്യത്തിൽ ലോറി ഉടമയോ അതിന്റെ ബന്ധുക്കളെയോ ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വേണ്ടിവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉണ്ടോ നമുക്കിപ്പോൾ ഈ ഏറ്റവും പുതിയ നിർണായക ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ലോറിയുടെ ഭാഗമെന്ന് കരുതുന്ന ഭാഗമാണ് ഇപ്പോൾ ഡ്രഡ്ജർ സംഘം ഇപ്പോൾ ഉയർത്തുന്നത്. ഉടനടി സ്ഥിരീകരിക്കാൻ അവരൊക്കെ അടുത്തുണ്ടോ? ഇപ്പോൾ ലോറി ഉടമ മനാഫ് ഇവിടെയുണ്ട്. ഇതിപ്പോ നമ്മുടെ ലോറിയാണ് എന്താ തോന്നുന്നത്? അങ്ങനെ പറയാൻ പറ്റൂല. അതായത് അക്കാര്യത്തിൽ സ്ഥിരീകരണം വേണ്ടി വരും എന്നുള്ളതാണ് മനാഫ് പറയുന്നത്. നിലവിൽ ലോറി ഭാഗം തന്നെയാണ് കാണുന്നത്. അത് ഈ അർജുൻ സഞ്ചരിക്കുന്ന ലോറിയുടെ ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. നിലവിൽ അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലോറി ഉടമയുടെ ഭാഗത്തുനിന്നോ മറ്റോ ലഭിച്ചിട്ടില്ല. ഏതായാലും 5 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ലോറി ഭാഗം ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. നിലവിൽ ഇത് ആ ലോറി തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന് തോന്നുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഈ ദൗത്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലോറിയുടെ കൃത്യമായിട്ട് ക്യാബിൻ ഭാഗമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് ആ ലോറി തന്നെയാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നിലവിലേതായാലും ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഇപ്പോൾ ഒരു ലോറിയുടെ ക്യാബിൻ ഭാഗമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഭാരത് ബെൻസ് ലോറി തന്നെയാണ് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു. നിലവിലേതായാലും ഇവിടെയുണ്ട്. മനാഫ് ഇത് നമ്മുടെ ലോറി തന്നെയാണോ? സ്ഥിരീകരിക്കാനായോ? അതിവൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. കാണുന്ന ദൃശ്യങ്ങൾ വെച്ച് നമ്മുടെ ലോറിയാന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ലോറിയാണ്. നമ്മളതാണ്. ഉറപ്പിച്ചോ? നമ്മളതാ. ഉള്ളിൽ അർജുനുണ്ട്. അർജുനുണ്ട്. സംശയിക്കേണ്ട ഉണ്ട്. അർജുനുണ്ട് എന്ന് സംശയം ഇല്ല. അതാ കാണുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ 3ാം ഘട്ട സ്ഥിരീകരണം ലോറി അർജുനും അതിലുണ്ട് എന്ന സംശയമാണ് മനാഫ് പറയുന്നത്. ഇത് അർജുന്റെ ലോറിയാണെന്നുള്ള കാര്യത്തിൽ മനാഫ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം തന്നിരിക്കുകയാണ്. ഏതായാലും വണ്ടിയുണ്ട്. വണ്ടിയിൽ അർജുനുണ്ട്. വണ്ടി നമ്മളതാണ്. കണ്ടെത്തി. ഭാരത് ബെഞ്ച് ലോറി ഇവരുടെ ലോറി അർജുൻ ലോറി. സഹോദരൻ നമ്മളിപ്പോൾ ചേരുകയാണ്. എന്താണ് ഇപ്പൊ നമുക്ക് ഈ ലോറി കണ്ടിട്ട് തോന്നുന്നു? ഞങ്ങളെ ലോറിയാണ്. അപ്പൊ അവര് വിളിച്ചു, അവര് അവിടുന്ന് ഇങ്ങനെ ഇൻഫോം ചെയ്തിരുന്നു. അതിന്റെ ഉള്ളിൽ ഒരു ബോഡി ഉണ്ട് എന്നുള്ള ഒരു ഇതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോ ഒന്നും കൂടി ചെക്ക് ചെയ്യാണ്. നേരിട്ട് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാണ്. ആ ബോഡി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാണ്. നോക്കാം, നമുക്ക് പുറത്തേക്ക് വരട്ടെ. ബാക്കി നമ്മള് ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിന്റെ ഒരു പലുമ്പാടിയാണ്.
ഏതായാലും മുബീൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിന്റെ ഒരു ഫലം തന്നെയാണ്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നു. അതുകൂടാതെ ഏതാണ്ട് 60-ലധികം ദിവസം ഇതിനോടകം തന്നെ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനൊടുവിലൊക്കെയാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടുള്ള തിരച്ചിലിൽ ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ, ക്യാബിൻ ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും മനാഫൊക്കെ പറയുന്നതനുസരിച്ച് അതിനകത്ത് അർജുന്റെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും വേണ്ടിവരുന്നു. ഏതായാലും ലോറി തങ്ങളുടേതാണ് എന്ന് മനാഫിന്റെ സഹോദരൻ മുബീനും ഇപ്പോൾ അത് ഉറപ്പിച്ചു കഴിഞ്ഞു.